Mama. Ngana. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീഡിയോ ആണ്. അതോടൊപ്പം ഹോസ്പിറ്റൽ വിശേഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ, ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതോടുകൂടെ തന്നെ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം, ഉമ്മയും ഉപ്പയുള്ള ഒരു ട്രിപ്പാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സുഖമില്ലാത്ത അവസ്ഥയിൽ ഒരു ട്രിപ്പ് പോകേണ്ട ഒരു അവസ്ഥയും വരുന്ന ഒരു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ആദ്യം നിങ്ങൾ ഹോസ്പിറ്റലത്തെ വിശേഷങ്ങൾ കാണുക. അതിനുശേഷം നമുക്ക് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഞങ്ങളിതപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. മൈത്ര ഹോസ്പിറ്റലിലാണ് കേട്ടോ വന്നത്, കോഴിക്കോടുള്ള. അപ്പോൾ അവിടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പെയിന് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിന് കുറഞ്ഞിട്ടില്ല, നല്ലോണം തന്നെ പെയിന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം നടക്കാനൊന്നും പറ്റണില്ലായിരുന്നു കേട്ടോ. എനിക്കൊരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെയിൻ അങ്ങനെ കുറഞ്ഞിട്ട് ഓക്കെ ആവും. അപ്പം ഞാനൊരു സമയത്ത് വീഡിയോ എടുത്തതാണ്. നടക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോ പൊസിഷനിൽ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഭയങ്കര പെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ റൂം റെഡി ആയി കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് പോവാണ്. അന്നത്തെ ദിവസം സൺഡേ ആയിരുന്നു. അപ്പം ഡോക്ടർ ഇല്ല അന്ന്. അതിൽ തലേ ദിവസം ഹസ്കർക്ക് വന്നിട്ട് വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ പറഞ്ഞതായിരുന്നല്ലോ. അപ്പം ഇങ്ങനെ പ്രശ്നമാണെന്നുള്ള കാര്യം ഡോക്ടർ ശ്രീജിത്ത് ഡോക്ടറാണ് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് അത്രക്കും അത്യാവശ്യമായിരുന്നു പെയിനപ്പോൾ കുറയാന്നുള്ളത്. അപ്പോൾ അതാ കിടന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള പെയിനിലാണ് ഞാൻ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ വല്ല അസുഖമോ വലിയ പെയിനൊന്നുമുള്ള അതായിട്ട് ഫീൽ ചെയ്യുകയില്ല. കാരണം പിന്നെ പെയിനൊന്നും ഉണ്ടാവില്ല കിടന്ന് ആ ഒരു കിടപ്പിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാ നേഴ്സ് വന്നിട്ട് ബിപിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഡോക്ടർ അവിടെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പെയിനുള്ള മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് കറി? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ കയ്യിൽ ഡ്രിപ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഉച്ചയ്ക്കാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഷെയ്സിന് ഖുർആൻ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഓരിങ്ങനെ ചൊല്ലി തരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചക്കാണ് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് OT-യിൽ കൊണ്ടുപോയിട്ടാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ സർജറി എന്തോ മാറ്റിയ സമയത്ത് പിന്നെ എന്നെ രാവിലെ തന്നെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യമൊക്കെയാണല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ഇൻട്രോ അല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നിരുന്നു. പെയിന് കുറച്ച് കൂടിയപ്പോൾ എന്തായാലും വന്നിട്ട് അഡ്മിറ്റ് ആയതായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ഓക്കെ ആണ്. ഇനി ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പതിയെ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് മന്ത് ഒന്ന് റിവ്യൂ ചെക്കപ്പിന് വരണം. അപ്പോൾ അങ്ങനെ കുറേ പേര് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചിലർക്കൊക്കെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടൊക്കെയാണ് മാറിയത്. പക്ഷേ എല്ലാ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിലും ആദ്യം നിന്ന് പെയിന് കംപ്ലീറ്റ് ആയിട്ട് പോവണം. പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിന് കുറയണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒന്ന് സുഖമായി വന്നത്.
അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോരുത്തർക്കും കംപ്ലൈൻറ്റ് ഉണ്ട്, ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് മാറിയത് എന്നൊക്കെ, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് മാറിയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളവർക്ക് എങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്, ഏത് ട്രീറ്റ്മെൻറ്റ്, എവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് മാറിയെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ എവിടെ പോകണം എന്നുള്ളതൊക്കെ ഒന്ന് ഫർദറായിട്ട് നമുക്ക് നോക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇങ്ങനെ പെയിൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരു ചെറുതായിട്ടൊരു ഹിൻഡ് പോലും കിട്ടാതെ എന്ന് പറഞ്ഞാൽ ചെറിയ വേദനയൊക്കെ ഉണ്ടാകും, നമ്മൾ എന്തെങ്കിലും പീരിയഡ്സിൻ്റെ ആണോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം മാറും, അങ്ങനത്തെ ഒരു രീതിയിൽ പെയിനേ വന്നിട്ടുള്ളൂ. ഇതുവരെ ഇതുപോലുള്ളൊരു പെയിൻ, അതായത് കാലിലേക്ക്, ലെഫ്റ്റ് കാലിലേക്ക് ഇങ്ങനെ പെയിൻ ഇറങ്ങി വന്നിട്ടുണ്ടായത്. ഡിസ്ക് കംപ്ലൈൻറ്റ് കൂടുമ്പോഴാണ് ഈ കാലിലേക്ക് ഇറങ്ങി വരാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടാണ് ഞാനിത് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും എനിക്കിങ്ങനെ ഒരു പെയിൻ വന്നിട്ട് ഡോക്ടറെ കാണിക്കേണ്ടി വരുന്നതൊക്കെ കേട്ടോ. അപ്പം മെയിനായിട്ട് ഓവർലോഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇനിയൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ കംപ്ലൈൻ്റ് ഉള്ളവർ എവിടുന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. കാരണം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നത് എന്തായാലും അത്ര നല്ലതൊന്നും ആവില്ല. അത് വെച്ചിട്ട് നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇനി നമ്മളുടെ അടുത്ത വീഡിയോയിലല്ല, ഇതിൻ്റെ ബാക്കി പാർട്ട് കണ്ടോളൂ. അപ്പോൾ ഇതാ ഇഞ്ചക്ഷനൊക്കെ രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതാ രാത്രി ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഇഞ്ചക്ഷന് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നമുക്കൊരു യാത്ര ഉണ്ടായിരുന്നു, അത് ഓൾറെഡി ടിക്കറ്റും വിസയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടറാണ് ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇഞ്ചക്ഷനിലേക്ക് പോയത്. പിന്നെ തീരെ പെയിന് കുറഞ്ഞിട്ടും ഇല്ലായിരുന്നു, റെസ്റ്റ് എടുത്തിട്ടും ഒന്നും ഒരു കുറവും ഇല്ലായിരുന്നു. അതുകൊണ്ടും കൂടെയാണ്. അപ്പോഴും നടക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. പെയിന് ഗ്രാജുവലി കുറഞ്ഞു വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ കുറയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു യാത്രയൊക്കെ പോകാനുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അതും കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് കിടന്നിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇരിക്കണ അത്ര നല്ലതല്ലല്ലോ. അടുത്ത 3-4 ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് കിടന്നിട്ട് നല്ല റെസ്റ്റ് എടുക്കുക തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. ഇപ്പോൾ ഷേസനിക്ക് മുകളിലാണ് നമ്മളെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റൂല, അതുകൊണ്ട് ഷേസ് ഇതാ കുറേ ഡ്രസ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ നമുക്ക് ഒരിക്കലും നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും മറ്റൊരാൾ എടുത്തു തന്നാൽ, അതായത് മക്കളുടെയും ഒക്കെ റെഡിയാക്കാണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഷേസത് അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് മുകളിൽ നിന്ന് എനിക്കിങ്ങനെ കാണിച്ചിട്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ പറയാം ഇതെടുത്ത് അങ്ങനെ അതെടുത്ത് തരാനോ ഒക്കെ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് കേട്ടോ ഡ്രസ്സിങ് ഒക്കെ പാക്കിങ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു ട്രിപ്പിന് പോണത് തന്നെ തീരുമാനിക്കുന്നത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ. അപ്പം ഞാൻ മുണ്ടർമ്പ് വീട്ടിലായിരുന്നു. അപ്പം അവിടുന്ന് വന്ന് ശേഷം സ്കൂൾ വിട്ടും വന്നതിന് ശേഷമാണ് പിന്നെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ 10-11 മണിയാകുമ്പോഴാണ് നമുക്ക് പോകാനുള്ളത്. കോയമ്പത്തൂരിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പം അതൊക്കെ ആ കൂടെ ഒരു തിരക്കായി പോയി. ഇല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് ഒന്നും എത്ര നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാലും കഴിയൂലല്ലോ. അപ്പം ഇത് ഇപ്പോഴേ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ പെയറാക്കി വെക്കണമെങ്കിലൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഷേസിൻ്റെ ഒക്കെ റെഡി ആക്കണമെങ്കിൽ ഷേസിൻ്റെ മാത്രം ഷേസൊക്കെ കുഴപ്പമില്ലാതെ ഓൾക്കുള്ളത് ഏതാണെന്ന് അറിയുന്നുണ്ടാവും. പക്ഷേ എൻ്റെതും ഷേസിൻ്റെ ഒക്കെ ഞാൻ തന്നെ സെറ്റാക്കി കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ ഓരോന്ന് എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ട് അങ്ങനെ ചെയ്തു പോവുകയാണ്. നമുക്ക് സിംഗപ്പൂർ ഒഴിവാക്കി മലേഷ്യ മാത്രമാക്കിയാലോ? അപ്പോൾ നമ്മൾ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓണം വെക്കേഷൻ തീരുന്നതിൻ്റെ തലേ ദിവസമാണ് തിരിച്ചെത്തുക. അപ്പം അത്രയും ദിവസത്തേക്കുള്ള ഡ്രസ്സ് നമ്മൾ റെഡിയാക്കി കൊണ്ടുപോകും വേണം. അപ്പോൾ എന്തായാലും ഇതാ ഒരാളുടെ ഷേസിൻ്റെ ലഗേജ് റെഡി ആയിട്ടുണ്ട്. അടുത്ത് പിന്നെ ഷേസിൻ്റെ റെഡിയാക്കി, ഷേസിൻ്റെ പിന്നെ ഓൾ തന്നെ അങ്ങനെ റെഡിയാക്കി. പിന്നെ ആസ്കർക്കാരൻ്റെ പിന്നെ ആസ്കർക്ക് റെഡിയാക്കിക്കോളും. ഷെസിൻ്റെയും
അങ്ങനെ എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കിടന്നപ്പോൾ പിന്നെ 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നെക്സ്റ്റ് ഡേ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഇത്തവണത്തെ നമ്മളുടെ ഈ ഒരു ട്രിപ്പിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഉമ്മയിപ്പയും കൂടെ ഉണ്ട് കേട്ടോ. ഉമ്മയിപ്പയും ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ട്രിപ്പിനായിട്ട് നമ്മളെ കൂടെ വരുന്നത്. ഇൻ്റർനാഷണൽ ട്രിപ്പിനായിട്ട്, അതും 2 രാജ്യങ്ങളിലേക്ക്. അപ്പം നമ്മുടെ റംബുട്ടാൻ്റെ മരത്തുനിന്ന് റംബുട്ടാൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് ഒന്ന് ചുവന്ന് നിൽക്കണ കണ്ടു. അപ്പോൾ ഇപ്പം അത് പറിച്ച് കൊണ്ടുവന്നതിനും കേട്ടോ. നമ്മളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാവുകയാണ് റംബുട്ടാനിൽ കായ. അപ്പോൾ നമ്മളുടെ ഒരു നൈബർ ഉണ്ട്, അവരെ കൂട്ടിയിട്ടാണ് നമ്മളുടെ കാറിൽ തന്നെയാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ അത് ഉമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് കുറച്ച് മുന്നേ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസയൊക്കെ റെഡി ആയത് എൻ്റെ ഈ ഒരു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഭയങ്കര കൂടുതലായിട്ട് തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് വിസയൊക്കെ റെഡി ആയത്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് പൂതി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലാവരും ഇങ്ങനെ ഉമ്മയിപ്പൊക്കെ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ട്രിപ്പിന് പോരുന്നത്. സൗദിക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇങ്ങനെ മറ്റൊരു രാജ്യത്തിലേക്ക് വേറെ ട്രിപ്പായിട്ട് പോരുന്നത് ആദ്യമായിട്ടാണ്. അത് 2 രാജ്യങ്ങളിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഏതാ രാജ്യങ്ങളെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കാറിൽ കിടന്നിട്ടാണ് ഉമ്മാൻ്റെയും അതുപോലെ അസ്കർഖാൻ്റെയും മടിയിലേക്ക് കയറ്റി അങ്ങനെ കാലും തലയ്ക്ക് വെച്ചിട്ട് കിടന്നിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ ഇതാ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് എത്തുന്നതിന് മുന്നേ നിർത്തിയതായിരുന്നു. അപ്പം നമ്മൾ വാൾപ്പാറ പോയ സമയത്തും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇന്നിപ്പോൾ ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ എടുത്തത്. പക്ഷേ ഏതാണ് ഹോട്ടലിൽ നിൽക്കുള്ളത് ഓർമ്മയില്ല. ഞാൻ പേര് ഷൂട്ട് ചെയ്യാനൊക്കെ ഷൂട്ടിങ്ങൊക്കെ ഒരു വകയായിരുന്നു. കാരണം കാലിങ്ങനെ ചെറുതായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ ഷേസ് ഞാനൊക്കെ കൂടെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആരാ എന്താ ഷൂട്ട് ചെയ്തതെന്നുള്ളതൊന്നും ഓർമ്മയില്ലായിരുന്നു. എന്തായാലും ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ചിലർക്കൊക്കെ ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ നല്ല സദ്യയാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിലേക്ക് ഉള്ള യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ മെല്ലെയാണ് നമ്മൾ പോണത്. നമുക്ക് 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതി. പക്ഷേ എൻ്റെ ഈ ബാക്ക് പെയിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മെല്ലെ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെല്ലെ നേരത്തെ ഇറങ്ങിയതായിരുന്നു. അതിനിടയിൽ നമ്മളിത് എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. 8:45 ആകുമ്പോഴാണ് രാത്രി ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ നല്ലൊരു ഉള്ളി പൊക്കവടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഉള്ളി എടുത്തിട്ട് പൊക്കവട ഉണ്ടാക്കിയ പോലെ ഉണ്ട്. ഓരോ ഉള്ളിയുടെ പീസും ഓരോ പൊക്കവട ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ നാട്ടിലൊക്കെ കുറച്ച് അധികം എടുത്തിട്ട് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ടാണല്ലോ ഉണ്ടാക്കല്. അതിൻ്റെ പുറത്ത് ഈ ഒരു നമ്മൾ ചായ കുടിക്കാൻ നിർത്തി കൊടുത്തതാ കറ്റാർവാഴൻ്റെ മുകളിലുള്ള പൂവാണ് കേട്ടോ കാണിച്ചത്. ഞാൻ ആദ്യമായിട്ട് കാണണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് പോണത്. ഉമ്മാൻ്റെ മടിയിൽ തലയും അസ്കർഖാൻ്റെ മടിയിൽ കാലായിട്ടൊക്കെയാണ് വെച്ചിട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും അങ്ങനെ പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ കോയമ്പത്തൂർ എത്തുന്നവരെ അങ്ങനെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു.
ഷെസിനെ പിടിക്കടാ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ട് പിന്നെ അതാ ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആവണേ ഉള്ളായിരുന്നു, ഓപ്പൺ ആവണുള്ളായിരുന്നു കൗണ്ടർ, നമ്മളുടെ കൗണ്ടർ. അപ്പം എല്ലാവരും ഒന്ന് ഫ്രഷ് ആയൊക്കെ ചെയ്ത് ഇതായിപ്പം കൗണ്ടർ ഓപ്പൺ ആയപ്പം അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ അവിടുന്ന് വീൽ ചെയർ കിട്ടി, അതുകൊണ്ട് അധികം കുഴപ്പമില്ലാതെ അവിടുന്നും നടക്കാതെ അധികം നടക്കൊന്നും ചെയ്യാതെ തന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ലോഞ്ചിൽ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതാണ് ഹോസ്പിറ്റൽ വിശേഷങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണുക. അപ്പം ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞങ്ങൾ പോയതെന്നുള്ള അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം എന്തായാലും അല്ലാത്തവർക്ക് അറിയുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.